ഉദ്യോഗസ്ഥരെയെല്ലാം രാഷ്ട്രീയ പകപോക്കലിനുമായി സ്ഥലം മാറ്റുന്നു. ഇതിനെല്ലാം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നുണ്ടായ വളരെ പ്രയാസം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള മരണം, അവിടെ യഥാർത്ഥത്തിൽ ഫെൻസിംഗ് ഉൾപ്പെടെ വർക്ക് ചെയ്യാത്ത നിലയിലേക്ക് മാറി. അപ്പോൾ അതെല്ലാം മോണിറ്റർ ചെയ്യാവുന്ന സംവിധാനം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് ഈ അവസരത്തിൽ പ്രധാനപ്പെട്ടൊരു വിഷയം. ഈ മരണത്തെ സംബന്ധിച്ച് മരണപ്പെട്ട സാഹചര്യത്തിൽ ആശ്രിതർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അതിലെടുത്ത തീരുമാനം എന്ന നിലയിൽ ഉള്ളത്, ഒന്ന്, നിയമപരമായി തന്നെ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന 14 ലക്ഷം രൂപയാണ് അടിയന്തരമായി കൊടുക്കാൻ വേണ്ടി കഴിയുക. അതിൽ 10 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. 4 ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ കൈമാറാൻ വേണ്ടി കഴിയും. അതാണ് ഇതിൽ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി, ചർച്ചയുടെ ഭാഗമായി വന്ന തീരുമാനമാണ്, ഒന്ന്, നിയമപരമായി കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കൈമാറും, ആശ്രിതർക്ക് കൈമാറും. 4 ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ നിയമപരമായി കൈമാറും. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം 50 ലക്ഷം രൂപ നൽകണമെന്നാണ്. അപ്പോൾ 50 ലക്ഷം നൽകാൻ ആവശ്യമായ ശുപാർശ ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായി സ്ഥല MLAയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിന്റെ ഭാഗമായി അത് ശുപാർശ ചെയ്യുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകണമെന്നതാണ് ആവശ്യപ്പെട്ടത്. അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലിക ജോലി നൽകാമെന്ന് DFO ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ താൽക്കാലിക ജോലി പോരാ, സ്ഥിരം ജോലി ആവശ്യമാണ്. ആ സ്ഥിരം ജോലിയുടെ കാര്യത്തിൽ കൃത്യമായ ആവശ്യം മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം ജോലി എന്നത് സംബന്ധിച്ച് മന്ത്രിയുമായി ഇവിടെയുള്ള MLA ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ MLA നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനുവേണ്ടിയുള്ള ഉറപ്പ് മാനന്തവാടി MLA നൽകിയിട്ടുണ്ട്. അപ്പോൾ ജോലി നൽകുമെന്ന, സ്ഥിരം ജോലി നൽകുമെന്ന ഉറപ്പിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഫെൻസിംഗിന്റെ ഉൾപ്പെടെയുള്ള, അവിടെ വർക്ക് ചെയ്യുന്നില്ല, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രതിഷേധത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധം ഇവിടെ ജനങ്ങളെല്ലാവരും അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ. ബോഡി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മാറ്റുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.